ദേവി ചൈതന്യം കൂടി ഉള്ളതുകൊണ്ട് പുഷ്കല പൂർണ്ണ പിന്നെ സമേതായിട്ടുള്ള പ്രതിഷ്ഠയാണ് അവിടെ. ഭക്തിമാരോട് സമേതായിട്ട് പ്രതിഷ്ഠയാണ്. എല്ലാ കാര്യങ്ങളും നടക്കും. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പോ നിങ്ങളിപ്പോ കണ്ട മനസ്സിലാവും, നല്ല മനോഹരമായിട്ടുള്ള ഒരു ആലും ഒരു ക്ഷേത്രം. ഇത് പാലക്കാട് ജില്ലയില് കരിമ്പുഴ പഞ്ചായത്തില് പൊമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണിത്. തേക്കിൻകാട് അയ്യപ്പ ക്ഷേത്രം പറഞ്ഞ ക്ഷേത്രമാണ്. ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ മനോഹരമായിട്ട് ഒരു കാടിന്റെ ഉള്ളിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പൊ ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചറിയാൻ ഒരുപാടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് കാണുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ആയിട്ടാണ് പോകുന്നുള്ളത്. ഞാനും ഷാജിയേട്ടനും കുട്ടേട്ടനും നിങ്ങളിപ്പോ മല കയറുന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുട്ടേട്ടനും കൂടിയാണ് പോകുന്നുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം, അതിന്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പൊമ്പ്രയിൽ സ്ഥിതി ചെയ്യുന്ന തേക്കിൻകാട് അയ്യപ്പ ക്ഷേത്രം. പൂർണ്ണ പുഷ്കല സമേതനായ അയ്യപ്പസ്വാമിയുടെ ചൈതന്യമാണ് ഇവിടെ പ്രതിഷ്ഠ. വള്ളുവനാട് കോനാതിരി രാജവംശത്തിന്റെ പടനായകനായിട്ടുള്ള നായർ തറവാടിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കുടുംബക്ഷേത്രം നിലനിന്നിരുന്നത്. 2000 വർഷത്തിലാണ് ഈ ക്ഷേത്രം ജനകീയ കമ്മിറ്റിക്ക് കൈമാറുന്നത്. പ്രധാന ആഘോഷമായി പ്രതിഷ്ഠാദിനം, താലപ്പൊലി, അഖണ്ഡനാമം, മണ്ഡലകാല മഹോത്സവം എന്നിവ വളരെ വിപുലമായി ആഘോഷിച്ചു വരുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അയ്യപ്പനാണ് ഇവിടെ എന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. വനത്താൽ ചുറ്റപ്പെട്ട് മുന്നിൽ പടർന്നു നിൽക്കുന്ന ആൽമരത്തിന് ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അപൂർവമായ കാഴ്ചകളിൽ ഒന്നു തന്നെയാണെന്ന് നിസ്സംശയം പറയാം. രോഗശാന്തിക്കായും വിവാഹ തടസ്സം മാറുന്നതിനും നിരവധി ഭക്തരാണ് ദിനം പ്രതി ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എന്തൊക്കെ? ഒരു താലപ്പൊലി ആഘോഷം ഉണ്ട് നമ്മുടെ, പിന്നെ ഒരു പ്രതിഷ്ഠാദിനാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് മണ്ഡലകാലത്തില് വൃശ്ചികത്തില് 1 മുതൽ 41 ദിവസത്തെ മണ്ഡലകാലത്തിലാണ് പ്രധാനപ്പെട്ടത്. അതാണ് ഏറ്റവും കൂടുതൽ സ്വാമിമാരും ഏറ്റവും കൂടുതൽ ആൾക്കാരും കൂടി വരുന്നത്. ശരി. മൂന്നാഘോഷങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുമാതിരി ഇപ്പൊ ഓരോ അമ്പലത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടല്ലോ. അപ്പോ പ്രധാന വഴിപാടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്തൊക്കെ വഴിപാടുകള്? നിത്യവിധാന പൂജകളുണ്ട്, പിന്നെ ഗണപതി ഹോമം, പിന്നെ പുഷ്പാഞ്ജലി, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള ഇപ്പൊ എല്ലാ അമ്പലത്തിലും ഒരു പ്രധാന വഴിപാട് ഇപ്പൊ ആളുകൾ കൂടുതൽ ഇന്ന വഴിപാട് പറഞ്ഞിട്ടൊരു കൂടുതലൊരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള വഴിപാടുണ്ടാവും. ചുറ്റുവിളക്ക് ഉണ്ട് നമുക്ക്. അത് പിന്നെ നമ്മുടെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള 7 ദിവസമാണ്. അപ്പൊ ആ 7 ദിവസത്തിനാണ് നമ്മൾ ചുറ്റുവിളക്ക് കഴിക്കുന്നത്. പിന്നെ നമ്മള് ഗർഭകാലത്ത് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ 7ാം മാസത്തില് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മുട്ടറക്കല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഗർഭിണിയാവുന്ന സമയത്ത് വന്നിട്ട് 7ാം മാസം നമ്മൾ മുട്ടറക്കലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഇതാവാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യണം. അയ്യപ്പ ക്ഷേത്രം എന്നുള്ള ലെവലില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്തു പോകുന്നുണ്ട്. ചെയ്യണത് അല്ലേ? ശരി. ചോറൂൺ ഉൾപ്പെടെ അങ്ങനെ എല്ലാ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? ശരി. ഓക്കെ. പിന്നെ നമ്മള് മകരമാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച നമ്മുടെ പൂരം തുടങ്ങും. പൂരം പറഞ്ഞാൽ ചുറ്റുവിളക്ക് തുടങ്ങും. ലാസ്റ്റത്തെ 3ാമത്തെ ശനിയാഴ്ച താലപ്പൊലി തുടങ്ങും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് താലപ്പൊലി. പിന്നെ പ്രതിഷ്ഠാദിനാണുള്ളത്. നമ്മള് ആ പ്രതിഷ്ഠാദിനത്തിനും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും. മെയിനായിട്ട് മണ്ഡലം അതാണ് നമ്മുടെ. ഇത് വീഡിയോ കാണുമ്പോ പുറത്തുനിന്നാണ് കണ്ടമാനം ആളുകളൊക്കെ വരിക. അപ്പൊ ഈ ആളുകൾക്ക് വരേണ്ട ഒരു വഴി ഇവിടേക്കുള്ളത് എങ്ങനെയാണ്? ഇപ്പൊ പാലക്കാട് നിന്ന് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് പൊന്നങ്കോട് ഇറങ്ങിയിട്ട് നേരെ പൊമ്പ്ര വന്നാലും മതി. അല്ലെങ്കിൽ മണ്ണാർക്കാട്, ചെർപ്പളശ്ശേരി റൂട്ട് അല്ലല്ലോ, പൊന്നങ്കോട്, പാലക്കാട് കോഴിക്കോട് റൂട്ടില് പൊന്നങ്കോട് നേരെ പൊമ്പ്ര ബസ്സുകൾ ഇഷ്ടം പോലെ അപ്പൊ കൂടെ വരാം. അല്ലെങ്കിൽ മണ്ണാർക്കാട് ഇറങ്ങിയാൽ പിന്നെ ഞെട്ടക്കടവ് വഴിയും വരാം. അടുത്തുകൂടി വരാം. കരിമ്പുഴയിൽ കൂടെ വരുന്നവർക്ക് അങ്ങനെ എളുപ്പമാണ് അല്ലേ? ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്. പിന്നെ പാലക്കാട് നിന്ന് വരുന്ന വഴിക്കാണ് പൊന്നങ്കോട് വഴി, അങ്ങനെ വരാൻ എളുപ്പമാണ്. പിന്നെ ഈ സൈഡിൽ നിന്നാണെങ്കിൽ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നാണെങ്കിൽ മണ്ണാർക്കാട് ജംഗ്ഷൻ എന്ന് ഇറങ്ങിയ ഒരു 20 മിനിറ്റ് ആവശ്യമുള്ളൂ. എല്ലാ ആൾക്കാരും നമ്മുടെ നല്ല സഹകരണം ഉണ്ട്. എല്ലാ പ്രോഗ്രാമിനും അവരെല്ലാവരും കൂട്ടായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ജാതി മതത്തിന്റെ വേർതിരിവൊന്നുമില്ല. അയ്യപ്പന്റെ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ എല്ലാവരും, എല്ലാ ആൾക്കാരും, നാലുപുറമുള്ള എല്ലാ ആൾക്കാരും പൂജയ്ക്കായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരണം, സാമ്പത്തികമായ സഹകരണമൊക്കെ. നമസ്കാരം. പേര്?
എന്റെ പേര് ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ ഇതിന്റെ രക്ഷാധികാരിയാണ്. രക്ഷാധികാരിയാണ്. അപ്പൊ എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തെ കുറിച്ച്? അമ്പലം വളരെ ശോചനാവസ്ഥയില് കടന്നിരുന്ന ഒരു അമ്പലമായിരുന്നു. പതുക്കെ പതുക്കെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ട്. തീർച്ചയായിട്ടും ആളുകളുടെ ഒരു തന്നെയാണ്, കൂട്ടായ്മ തന്നെയാണ് ക്ഷേത്രങ്ങൾ അതിന് മുന്നോട്ട് പോവുക. വീട്ടുപേര ഉണ്ടാക്കി, നടപ്പന്തലുണ്ടാക്കി, പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും പുതുതായിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാവും അല്ലേ? ചുറ്റുമതിലായിട്ടും ഗേറ്റ് ആയിട്ടും അങ്ങനെ. അടുത്ത് തന്നെയാണോ വീട്? എന്റെ വീട് അടുത്ത് തന്നെ, നമ്മുടെ വീട്ടുകാർ മാഷാണ്. അതല്ലേ. നമസ്കാരം. പേര്? ഗോപിനാഥ് നായർ, PSC നായർ എന്ന് പറയും. അമ്പലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ കുറെ കാലം. എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? അമ്പലത്തെ കുറിച്ച് പറയാൻ, ഇത് പമ്പ്രനായർ പ്രതിഷ്ഠിച്ചാണത്. ഈ വെള്ളുവനാട് രാജവംശത്തിന്റെ പടനായകനായിരുന്നു പമ്പ്രനായർ, വെള്ളാട്ട് പടനായർ എന്ന് പറയും. അവരിലത്തെ ഒരാള് പ്രതിഷ്ഠിച്ചാണ് അവിടെ. അവര് ഈ നായാട്ടിന് പോയ സമയത്ത് 3 ശിലകൾ കണ്ടു. അങ്ങനെ ആ ശിലകള് ഇവിടെ വന്ന് വേദാവണ്ണം ഇവിടെ പ്രതിഷ്ഠിച്ചു തൂണ ഐതിഹ്യം. ആ പ്രതിഷ്ഠിച്ച ആള് പിന്നെ ദേശാടനത്തിന് പോവുകയുണ്ടായത്. ഈ ആ വേട്ടയ്ക്ക് പിന്നെ ആ നായാട്ടിന് പോയ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടുത്തെ ഈ ചുറ്റുവിളക്കും 7 ദിവസം ചുറ്റുവിളക്കും 8ാം ദിവസം താല്പര്യം നടത്തുന്നത്. അതിനൊരു വേട്ടയ്ക്ക് പോക്കൊക്കെ ഉണ്ട്. അതാണ് പ്രധാനം. ഈ താല്പര്യക്ക് വേട്ടയ്ക്ക് പോക്കുണ്ട്. അതാണ് പ്രധാനം, ഏറ്റവും പ്രധാനം. അപ്പൊ ഈ വെള്ളൂക്കനാരുടെ പടനായകനായിരുന്നു ഈ വെള്ളാട്ട് പടനായർ. അവര് പ്രതിഷ്ഠിച്ചാണ് ഇവിടെ. ശാസ്താവും പൂർണ്ണ പുഷ്കല സമേതമായിട്ടുള്ള ഭക്തിമാർ സമേതമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും നടക്കും. വളരെ ശക്തിയുള്ള ദേവനാണ്. നമുക്ക് എന്തെങ്കിലും എടുത്തു പറയാൻ എനിക്ക് എടുത്തു പറയാൻ പലതുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഒരു കാര്യം പറയും. ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ പൂജക്കാരെ വിളിക്കുന്ന ഇടയില് ഒരാളെ ഫോൺ നമ്പർ തെറ്റി എടപ്പാളിലേക്ക് പോയി. എടപ്പാളിൽ നിന്ന് അവരിവിടെ വന്നു. എടപ്പാളിൽ നിന്ന് അവരിവിടെ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഒരു പാർട്ടിയെ വിളിച്ചപ്പോ നേരെ എടപ്പാളിലേക്കാ കോള് പോവാ. ഞാനായിരുന്നു ഡെയിലി തലേദിവസം വിളിക്കും പൂജക്കാരെ. എടപ്പാളിൽ നിന്ന് അവരിവിടെ വന്നു. പിന്നെ വഴിപാടുകളൊക്കെ അവർക്ക് വളരെ അത് കാരണം വളരെ ഫലസ്ഥിതി ഉണ്ടായി എന്നാ പറയണത്. അവര് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അവരിവിടെ വന്ന് അവര് വഴിപാടുകളൊക്കെ ചെയ്തു പോയി. എടപ്പാളിൽ നിന്ന് ഇവിടെ വന്ന് വഴിപാടുകളൊക്കെ ചെയ്തു പോയി. അതുപോലെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. അതാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ശാസ്താവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. ഇവിടെ ഭയങ്കര ഈ ദേവീ ചൈതന്യം കൂടി ഉള്ളതുകൊണ്ട് പുഷ്കല പൂർണ്ണ സമേതമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. ഭക്തിമാരോട് സമേതമായിട്ട് പ്രതിഷ്ഠയാണ്. എല്ലാ കാര്യങ്ങളും നടത്തും. പിന്നെ ഇവിടെ ബ്രഹ്മരക്ഷസാണ് അപ്പുറത്തെ പിന്നെ സുബ്രഹ്മണ്യസ്വാമി ഈ പ്രതിഷ്ഠ നടത്തിയുള്ള ആ ശൂദ്രപ്രേതമാണ്. ആ വെള്ളാട്ട് പടനായരുടെ പ്രേതമാണ് അപ്പുറത്തെ ബ്രഹ്മരക്ഷസ. സുബ്രഹ്മണ്യസ്വാമി ഈ ശൂദ്രപ്രേതം കൂടി ഇപ്പുറത്ത്. അങ്ങനെയുള്ള അതിന് തലേ ദിവസം അങ്ങനെ ഈ ചുറ്റുവിളക്ക് തുടർന്നതിന്റെ തലേ ദിവസം ഈ വഴിപാടുകളൊക്കെ ചെയ്യും. ഉള്ളിലെ സർപ്പങ്ങൾക്കുള്ളത് ചെയ്യും, അപ്പുറത്തെ ബ്രഹ്മരക്ഷന് ചെയ്യും, ഇപ്പുറത്തെ ഈ സുബ്രഹ്മണ്യസ്വാമിക്കും ഈ ശൂദ്രപ്രേതത്തിനുള്ള വഴിപാടുകൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ പിറ്റേ ദിവസം താല്പര്യയുടെ ചുറ്റുവിളക്ക് തുടങ്ങാൻ പാടുള്ളൂ. ഞാനാ ഒന്ന് ചെയ്യാറ്. കുറെ കാലങ്ങളായിട്ട് അത് ഞാനാണ് ചെയ്യാറുള്ളത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പൂജാകർമ്മങ്ങളാണ്. പൂജ രാവിലെ വൈകുന്നേരത്തും പൂജ. രാവിലെ വൈകുന്നേരം. രാവിലെ എത്ര മണിക്കാ തുറക്കുക? രാവിലെ 5:30 മണിക്ക് തുറക്കും. എത്ര മണി വരെ? രാവിലെ ഒരു 8-9 മണി വരെ. വൈകുന്നേരം 5:30 മണിക്ക് 6 മണിക്ക് വീണ്ടും 5:30 മണിക്ക് തുറക്കും. ഇവിടെ അതുപോലെ ആളുകൾ വഴിപാടുകൾ ഇപ്പൊ വരാൻ കഴിയാത്ത ആളുകൾ വേറെ സ്ഥലത്തൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വഴിപാടുകൾ ചെയ്യുമോ? വഴിപാട് ഇവിടെ ഇപ്പൊ ഭജനയാണ്. ഭജന പിന്നെ 900 റുപ്പി ഒരു 100 റുപ്പി. അതല്ല, ആളുകൾ വിളിച്ചു പറഞ്ഞാൽ ചെയ്യും. ഇവിടെയൊക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ചെയ്യും. സന്തോഷം.